അലി റളിയല്ലാഹു അൻഹു ഒരു ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവരോട് ചോദിച്ചു, യാ അഹ്ല ലാ ഇലാഹ ഇല്ലല്ലാ, ഓ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലുന്ന ആളുകളെ, ലാ ഇലാഹ ഇല്ലല്ലാൻ്റെ ആളുകളെ, കൈഫ വജത്തും ലാ ഇലാഹ ഇല്ലല്ലാ, തഹ്ലീൽ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാൻ്റെ ആൾക്കാരാണല്ലോ നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ചൊല്ലിയല്ലോ, അതിൽ വിശ്വസിക്കുകയും ചൊല്ലുകയൊക്കെ ചെയ്തല്ലോ, നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ലഭിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഫഹാത്തിഫുൻ, അപ്പോൾ ഒരു അശരീരി കേൾക്കുകയാണ്, അഥവാ ആളില്ലാത്തൊരു ശബ്ദം കേൾക്കുകയാണ്. യഖൂലു വജദ്നാഹ അൽ മുൻജിയത മിൻ കുല്ലി ഹൽക, എല്ലാ നാശങ്ങളിൽ നിന്നുമുള്ള രക്ഷയായി ഞങ്ങൾക്ക് അതിനെ എത്തിച്ചിരിക്കുന്നു. എല്ലാ നാശങ്ങളിൽ നിന്നുമുള്ള രക്ഷയായിട്ട് ഞങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ആ അശരീരി പറയുകയാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ മഹത്വം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിക്കുകയും അത് ജീവിതത്തിൽ ദിക്ർ ചൊല്ലി നടക്കുകയും ചെയ്ത ആളുകൾ, അവർ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന അശരീരിയാണ് അലി റളിയല്ലാഹു അൻഹു കേട്ടിട്ടുള്ളത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആളുകൾ നമ്മളായാൽ, അത് ചൊല്ലുന്നവരായാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. മാത്രമല്ല അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ദിക്റുമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്താണ് അവസാനം ചൊല്ലി മരിക്കുന്നതെങ്കിൽ ദഖലൽ ജന്ന, അയാൾക്ക് സ്വർഗം ഉറപ്പാണ്, സ്വർഗത്തിൽ കടക്കാൻ അത് കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചൊല്ലുമ്പോഴാണ് മരിക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചൊല്ലാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക്, നമ്മുടെ കുടുംബത്തിന് ബന്ധപ്പെട്ട എല്ലാവർക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വിശ്വാസത്തിലായി ജീവിച്ച് ആ ലാ ഇലാഹ ഇല്ലല്ലാ ധാരാളം ചൊല്ലി മരിക്കുന്ന സമയത്തും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലയായി ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.